കടമിഴിക്കോണിലെ ഭയങ്കര വിശപ്പ്, എനിക്ക് എന്തെങ്കിലും വിളമ്പിത്താ. ഓ അതാ ടേബിളിന്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കഴിച്ചാൽ എന്താ കുഴപ്പം? നീ എന്നാ കാണിക്കുന്ന ഇവിടെ? കഥകളിയുടെ പ്രാക്ടീസാ. കഥകളിയാ? ആ, ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികവാ. ആ ഓ ഈ സമയത്ത് ആരായി ഫോണിലും? മോശം. ഹലോ. Gracie. Actually, I was practicing Kathakali, you know. Hey, Mr. Panikuro. Mr. Panikuro ipo own കഴിച്ചുകൊണ്ടിരിക്കുക. Yeah. No. Fried rice and chili chicken. Yeah, I cooked specially for him, you know. ആണോ? ഗ്രേസി പോകുന്നുണ്ടോ? ഏത് കളർ സാരിയാ ഉടുക്കുന്നേ? ഓ ഓറഞ്ച് ആണോ? ഞാന് ഒരു പിങ്കിലും നരച്ച് തിലക്കൊക്കെ ഉള്ള സാരി എടുക്കുന്നേ. ഓക്കെ ദെൻ ബൈ ഗ്രേസി, സീ യു ദേർ. എപ്പോ നോക്കിയാലേ ഓറഞ്ച് സാരി. എടി കമലു, നീ ഇങ്ങോട്ട് വന്നേ. ഓ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്താ എടി, ഈ ഉണക്ക ചോറിനാണ് നീ ഗ്രേസിയോട് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞേ? ചോറ് ഉണങ്ങി കഴിഞ്ഞാ പിന്നെ അത് ഫ്രൈഡ് റൈസ് ആയില്ലേ? അതുപോലെ നീ മുളക് ചമ്മന്തിക്കാണ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞേ. മുളകിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ചില്ലി. അത് തേങ്ങയിലിട്ട് ചിക്കി കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ആയില്ലേ? ഒന്നും അറിയില്ല. ഇതിനകത്ത് ഉപ്പില്ലല്ലോ. ഉപ്പ് അത്രേ ഉള്ളു, അത് പറയണ്ടേ? അപ്പം ഉപ്പ് 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 ഇതില് പുളിയെന്ന് പറയുന്ന സാധനേ ഇല്ല. പുളിയാണോ? പുളിയൊക്കെ നമുക്ക് ഇപ്പൊ ശരിയാക്കാലോ. പുളി ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. പുളിയെടുത്ത് അങ്ങനെ അങ്ങിട്ട്. ഓ, ഇതിൽ എരിവെന്ന് പറയുന്ന സാധനമേ ഇല്ല. മനുഷ്യനെ കൊണ്ട് തോറ്റു. ഓ ദൈവമേ, ഇനി എരിവില്ലെന്ന് പറഞ്ഞാ നിങ്ങളെ മുളകെടുത്ത് അങ്ങോട്ടിട്ടാ. എടി, നമ്മുടെ നാട്ടിലെ റോഡ് പണി പോലെയാണല്ലോ നിന്റെ ഈ ചോറുണ്ടാക്കല്. അതെന്താ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഒരു പാലമില്ലെങ്കിൽ സമരം ചെയ്യുമ്പോ ഒരു പാലം അങ്ങ് പണിയും. പാലം പണിത് കഴിയുമ്പോഴാണ് അറിയുന്നത് അപ്രോച്ച് റോഡ് ഇല്ലെന്ന്. പിന്നെ അതിന് സമരം ചെയ്യുമ്പോഴേക്കും അപ്രോച്ച് റോഡ് പണിയും. അത് കഴിയുമ്പോഴാണ് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്ന്. അതിന് സമരം ചെയ്യുമ്പോഴേക്കും സ്ട്രീറ്റ് ലൈറ്റ് വരും. അത് കഴിയുമ്പോഴാണ് പറയുന്നത് ടോള് പിരിവ് വേണമെന്ന്. അത് പിരിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത് റോഡുകളെല്ലാം പൊളിഞ്ഞു പോയി, ഇനി ടോള് പിരിക്കാൻ പറ്റൂല. ഓരോന്നിനിങ്ങനെ സമരം ചെയ്യുമ്പോ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ അതിന്റെ ചോറുണ്ടാക്കല്. എന്തെങ്കിലും കുറ്റം പറയാതെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതിന് നീ ഉണ്ടാക്കിയിട്ട് വേണ്ടേ? അതൊക്കെ പോട്ടെ, നീ എവിടെയൊക്കെ പിങ്ക് സാരി എടുത്തോണ്ട് പോണെന്നോ എന്തൊക്കെ പറഞ്ഞ കേട്ടല്ലോ. ആനി ഹോസ്പിറ്റലാ. ഏതാനി? മറ്റേ വടക്കേതിലെ ആനിയാണോ, നെല്ലിപ്പറമ്പിലെ ആനിയാണോ, ജോൺസന്റെ ഭാര്യ ആനിയാണോ? ഏതാനിയുടെ കാര്യം നീ പറഞ്ഞേ? ഇതെന്താ ടെലിഫോൺ ഡയറക്ടറിയോ? ഇവിടുള്ള കംപ്ലീറ്റ് ആനിമാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. അതല്ല, ഈ പറഞ്ഞ ആനിമാരൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാശ് തരാണ്ട്. ആശുപത്രി കിടക്കുന്ന ആനിയെ ഓണപ്പറമ്പിലെ ആനിയാ. എന്തു പറ്റിയതാ? കെട്ടിയോൻ തല്ലിയതാ. ഓ ദൈവമേ, ഇങ്ങനെയും കെട്ടിയോമാരുണ്ടല്ലോ ഭൂമിയിൽ. അത് പോട്ടെ, ആരാ തല്ലിയെന്ന് പറഞ്ഞ്? കെട്ടിയോൻ, ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡാ? ഇന്നലെ വൈകുന്നേരം 6:30 മദ്രാസ് മെയിലില് അവൻ മദ്രാസിലേക്ക് പോയതാണല്ലോ. അടുത്ത 18-ാം തീയതി രാവിലെ 7:30 ട്രെയിനിലാണല്ലോ മദ്രാസിൽ തിരിച്ചു വരുന്നത്. പിന്നെ എങ്ങനെ അദ്ദേഹം തല്ലി? എങ്ങനെ? ഇന്നലെ വൈകിട്ട് 6:30 മദ്രാസ് മെയിലാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ഇനി അടുത്ത തിങ്കളാഴ്ച 18-ാം തീയതി മാത്രമേ അദ്ദേഹം ഇവിടെ എത്തുള്ളൂ. പിന്നെ എങ്ങനെ അദ്ദേഹം തല്ലിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 18-ാം തീയതി വരത്തുള്ളൂ അവളും കരുതിയത്. ഇതാണ് പറയുന്നത്, പറഞ്ഞ സമയത്തിന് മുമ്പ് ഒരു ഭർത്താക്കന്മാരും വീട്ടിൽ വരരുത്. വന്നാൽ ഇതായിരിക്കും സംഭവം. പണിക്കരട്ടാ, പിന്നെ ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികത്തില് എന്റെ കഥകളി ഉണ്ടല്ലോ. അവർക്ക് അങ്ങനെ തന്നെ വേണം. അല്ല, നിന്റെ ക്ലബ് അംഗങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയും കഥകളി അവതരിപ്പിക്കാം. പിന്നെ എന്റെ കഥകളി മാത്രമൊന്നുമല്ല, കേരളത്തിലെ തനതായ കലാരൂപങ്ങളെ എല്ലാരെയും നാണി നിർത്തിയാണ് ഞങ്ങൾ മന്ത്രിയെ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് തെയ്യം ഉണ്ടല്ലോ. എടി നീ സത്യം പറഞ്ഞ ഈ കലാരൂപങ്ങളെ മുഴുവൻ നീ അധിക്ഷേപിക്കുകയാണ്. എടി, തെയ്യം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കലയാണ്, ദൈവിക സങ്കല്പമാണ്. അത് റോഡ് വെക്കിൽ വെറുതെ അണിയിച്ചൊരുക്കിയിട്ട് മന്ത്രിനെ സ്വീകരിക്കാനുള്ളതല്ല തെയ്യം. തെയ്യം പോട്ടെ, കളരി ഉണ്ടല്ലോ, കളരി. അതിനെന്തിനാ അവിടെ പോകുന്നത്? ഇവിടെ വന്ന് നിന്റെ വാക്പയറ്റ് കേട്ടാ മതിയല്ലോ. ഇതിനും വലിയ കളരി വേറെ എവിടെയുള്ളത്? വേണ്ട, നമ്മൾ തമ്മിൽ സംസാരിച്ചാ ഇനി വഴക്കാവും. ഞാൻ പോയി കാർഡ്ബോർഡ് മേടിച്ചിട്ട്. കാർഡ്ബോർഡാ? അതെന്തിനാ? പടയണിക്ക്. പടയണി?
കാർഡ്ബോർഡ് കൊണ്ട്. എടി പാളയിൽ വേണോ അത് വരക്കാനായിട്ട്, അല്ലാതെ കാർഡ്ബോർഡിലല്ല. ഓ പണിക്കരേട്ടൻ, നമ്മൾ തമ്മിൽ ഇന്ന് സംസാരിക്കണ്ട. പണിക്കരേട്ടൻ ഏതായാലും ഞങ്ങളുടെ പരിപാടി കണ്ടു നോക്ക്. നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വേഷം കെട്ടിയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കണ്ടു നോക്ക് എന്റെ കഥകളി. യെസ്. കൺമണി നിന്നോടെ കടമിഴിക്കോണിലെ കഥകളി മുദ്രകൾ കണ്ടു ഞാൻ. കളിവിളക്കിൻ തിരിനാളമായി നീയൻ കരളിൽ പൂത്തതറിഞ്ഞു ഞാൻ. ഓട്ടംതുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. ഓട്ടംതുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാർക്കും പരിഭവമരുതേ. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാർക്കും പരിഭവമരുതേ. ഉറുമികൾ ചുരികകൾ, ഉറുമികൾ ചുരികകൾ, ഓതിരം കടകം ഉറഞ്ഞു വെട്ടിയിടും വടക്കൻ പാട്ടുകൾ. തെയ്യങ്ങൾ നിറഞ്ഞാടും കേരള പെരുമയിൽ ദൈവങ്ങൾ മണ്ണിന്റെ വർണ്ണ